ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മഴ തോരും മുൻപേ പ്രൊമോയിൽ നമ്മുടെ മനു ആണെങ്കിൽ കടപ്പാട്ടൂരിൽ നിന്ന് വിജയുടെ വർത്താനൊക്കെ കേട്ടിട്ട് മുഷിഞ്ഞിട്ടാണല്ലോ വീട്ടിലോട്ട് വരുന്നത്. അങ്ങനെ വീടെത്തിയതും നമ്മുടെ അലീന കോൾ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പറയും, മനുവേട്ടാ ഇടയ്ക്കൊക്കെ വരണേ മനുവേട്ടാ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനു പറയും, നീ എവിടെയാണെങ്കിലും ഞാൻ അടുത്ത് തന്നെ ഇല്ലേ, നീ പേടിക്കാണ്ടിരിക്കെന്ന് പറഞ്ഞിട്ട് നല്ല സമാധാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ മനുവിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് കലങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കൊല്ലപ്പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് അവിടെ ആണെങ്കിൽ കമലയുടെ വക വേറൊരു കുത്തിത്തിരിപ്പാണ്. ശിവനുണ്ട്, ഗംഗാധരനുണ്ട്. അവരവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കുവാണ് കമലയുടെ ഈ ഒരു പ്രഹസനം. കമല ശിവനോട് പറയുന്നുണ്ട്, നമ്മുടെ ഹരിയെ കണ്ണും കലാശയും ഒക്കെ കാണിച്ച് നടക്കാതിരുന്നത് കൊണ്ട് പീഡനക്കേസിൽ അകത്തായി എല്ലാവരുടെയും പുന്നാര അലീന എന്നൊക്കെ പറയുന്നത് കേട്ടോണ്ടാണ് നമ്മുടെ മനു അങ്ങ് കയറി ചെല്ലുന്നത് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തന്നെ മനുവിൻ്റെ മുഖം അങ്ങ് മാറുകയാണ്. അന്നേരം കമല എന്താണെന്നുള്ള ഭാവത്തിൽ മനുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരൻ മനുവിനോട് സംസാരിക്കണുണ്ട്. നീ അവൾ പോകുമ്പോൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം കാണാൻ പറ്റിയില്ല, കാണണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ മനു. പിന്നീടാണെങ്കിൽ നമ്മുടെ അലീനയെ കാണിക്കുന്നത് റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അച്ഛൻ കുറച്ച് വാശിക്കാരനാണല്ലേ, ബാലേന്ദ്രൻ അച്ഛൻ സൂപ്പർ ആയിരുന്നു അല്ലേ.